നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗാർഗി, ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ നീ കൂടുതൽ ആളാവരുത് കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്ത് ചെയ്യാനാ, എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. ഓരോരോ ഷോ കാണിക്കുന്നത് കാണുമ്പോഴേ നാവറിയാതെ ചൊറിഞ്ഞു വരും. അതെ, നല്ല തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പമാ. അതിനെ എന്നെ തല്ലാനുള്ള ഉശിരെങ്കിലും എന്റെ കെട്ടിയവന് വേണ്ടേ? ആ മോളെ, ഗാർഗി എന്തെങ്കിലും പറയട്ടെ, അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട. ജതിൻ പറഞ്ഞത് സത്യം തന്നെയാ. ജാസ്മിൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. വിശാലിന് ഭേദാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വഴിപാടും കഴിച്ച് പ്രസാദമായിട്ട് വന്നപ്പോ വിശാൽ ഇതേ കൺമുന്നില്. ദൈവമുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. പ്രസാദം കഴിക്കും വിശാലെ. പാർവതി എവിടെ? ജാസ്മിൻ പ്രസാദം വെച്ച് നീട്ടുമ്പോ നീ എന്തിനാ പാർവതി അന്വേഷിക്കുന്നേ? ദേ, നിന്റെ പേരിൽ നടത്തിയ വഴിപാടിന്റെ പ്രസാദമല്ലേ, അതുകൊണ്ടാ ജാസ്മിൻ ഇത് നിനക്ക് തന്നത്. പ്രസാദം സ്വീകരിക്കാതെ അടുക്കളക്കാരി അന്വേഷിക്കുന്നതേ ദൈവത്തെ കളിയാക്കുന്നത് പോലെയല്ലേ മോനെ? എനിക്ക് ഈ പ്രസാദം വേണം. അതുകൊണ്ട് തന്നെയാ ഞാൻ പാർവതി അന്വേഷിക്കുന്നത്. മനസ്സിലായില്ല? ഇവള് പാർവതി അനുകരിക്കുകയാണല്ലോ, അതുകൊണ്ടല്ലേ ക്ഷേത്രത്തിൽ പോയതും വഴിപാട് കഴിപ്പിച്ചതും. ഈ പാർവതി പ്രസാദം തരുന്നത് അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ മൊത്തത്തിൽ എടുത്തൊന്നും തരില്ല. ചെറിയൊരു ബൗളിലോ മറ്റോ കുറച്ചെടുത്ത് ഭക്തിയോടെ തരും. തരുമ്പോ പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രസാദം എങ്ങനെ കൊടുക്കണമെന്നേ പാർവതി ഇവിടെ പഠിപ്പിച്ചു കൊടുക്കട്ടെ. അതിനാ ഞാൻ അവളെ അന്വേഷിച്ചത്. പാർവതിയെ വിളിക്ക. മോളെ, പ്രസാദം ചെറിയൊരു പാത്രത്തിലെടുത്ത് വിശാലിന് കൊണ്ടുകൊടുത്തേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.